ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാൽ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്ന് വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം. ജില്ലയിലെ അഡ്വഞ്ചർ ടൂറിസത്തിന് നിരോധനം ഏർപ്പെടുത്തി. അതിശക്തമായ മഴയിൽ പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിരുന്നു. നെടുങ്കണ്ടത്ത് പ്രളയസമാനമായ സാഹചര്യമുണ്ട്. മുണ്ടിയരുമയിൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. കട്ടപ്പന ടിവിപ്പടിയിലും കുന്തണം പാറയിലും ഉരുൾപൊട്ടലുണ്ടായി. മുല്ലപ്പെരിയാറിലേത് അസാധാരണ സാഹചര്യമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് വളരെയേറെ കൂടുതൽ രേഖപ്പെടുത്തി. ഏതാണ്ട് 7 അടിയുടെ വ്യത്യാസം രേഖപ്പെടുത്തി എന്ന് പറയുന്നത് അത്യപൂർവമായൊരു സാഹചര്യം. ഇപ്പോൾ എല്ലാ ഷട്ടറുകളും തുറക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടുള്ള കുറച്ച് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അത് പെരിയാർ കോളനി കുടുംബമാണ്. അവരെ ഹോളിഡേ ഹോമിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, തുലാവർഷം തകർക്കുന്നു. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ പലയിടങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? മന്ത്രി നൽകിയ ജാഗ്രതാ നിർദ്ദേശം എന്താണ്? തീർച്ചയായും ധന്യ, മഴ നിലവിൽ ഇടുക്കി ജില്ലയിൽ മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള മഴ നിലവിലില്ല. പക്ഷേ ഓറഞ്ച് അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത പുലർത്തുവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജില്ലയിൽ അഡ്വഞ്ചർ ടൂറിസത്തിന് പൂർണ്ണമായിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തടാകങ്ങളിലോ പുഴയിലോ മറ്റോ മീൻ പിടിക്കുന്നതിന് കർശന നിയന്ത്രണമാണ്. അതേസമയം മന്ത്രി റോഷി അഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പാണ് ജില്ലയിൽ മറ്റൊരു ആശങ്കയായി നിലനിൽക്കുന്നത്. അസാധാരണമായ ജലനിരപ്പ് ഉയരലായിരുന്നു ഇന്നലത്തെ ഒരു രാത്രിയിലെ മഴ കൊണ്ട് മുല്ലപ്പെരിയാറിൽ ഉണ്ടായത്. കുമളി ഭാഗത്തുണ്ടായ അസാധാരണമായ മഴയുടെ ഫലമായി ഏതാണ്ട് 136 അടിയോളം ഉണ്ടായിരുന്ന ജലനിരപ്പ് ഒറ്റ രാത്രി കൊണ്ട് 138 അടിക്ക് മുകളിലേക്ക് കയറുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ ഏറ്റവും അവസാന വിവരം ലഭിക്കുമ്പോൾ 138.25 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. 137 അടിയാണ് ഈ മാസത്തിലെ റൂൾ കർവ് പ്രകാരമുള്ള പരമാവധി സംഭരണ ശേഷി. അത് കടന്നതോടുകൂടിയാണ് തമിഴ്നാട് ജലവിഭവ വകുപ്പുമായി കൂടി ആലോചിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം പരമാവധി ജലം പുറത്തേക്ക് ഒഴുക്കുവാനുള്ള തീരുമാനമെടുക്കുന്നത്. ഇന്ന് 3 ഘട്ടമായി ഡാമിന്റെ 13 ഷട്ടറുകളും തുറക്കുന്ന സാഹചര്യം ഉണ്ടായത്. രാവിലെ 9 മണിയോടുകൂടി 5 ഷട്ടറുകൾ തുറന്നു. പിന്നീട് 3 ഷട്ടറുകൾ 11 മണിയോടെ തുറക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി 13 ഷട്ടറുകളും തുറന്നെങ്കിലും ഇപ്പോഴും ശക്തമായ ജലനിരപ്പ് മുല്ലപ്പെരിയാർ ഡാമിലുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡിൽ 3000-ലധികം ഘനയടി ജലമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. തമിഴ്നാട്ടിന്റെ ഭാഗത്തേക്കും പരമാവധി ജലം ഒഴുക്കിക്കൊണ്ടുപോകാനുള്ള നടപടികളുണ്ട്. പക്ഷേ ജലനിരപ്പ് താഴാതെ തന്നെ തുടരുകയാണ്. ആ പ്രദേശങ്ങളിൽ, വൃഷ്ടി പ്രദേശങ്ങളിൽ മഴയില്ല എന്നുണ്ടെങ്കിലും മുൻ മണിക്കൂറുകളിൽ പെയ്ത മഴയുടെ ഫലമായിട്ടുള്ള വലിയ ശക്തമായ നീരൊഴുക്ക് ഡാമിലേക്ക് ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം ജില്ലയിലെ മറ്റിടങ്ങളിൽ വലിയ മഴക്കെടുതി ഉണ്ടായി. ഏറ്റവും പ്രധാനമായും ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നു. അതേസമയം 100-ലധികം കുടുംബങ്ങൾ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അവരെയൊക്കെ തന്നെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും ബന്ധു വീട്ടുകളിലേക്കും നാട്ടുകാരുടെ തന്നെ മുൻകൈയിൽ മാറ്റി പാർപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, അർദ്ധരാത്രിയിലാണ് ഈ മഴ അതിശക്തമായി പെയ്തു തുടങ്ങിയത്. രാത്രി സമയത്താണ് വെള്ളം കയറി പലയിടങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം അടക്കമുണ്ടായത്. അതുകൊണ്ട് തന്നെ അധികൃതർക്ക്, പ്രത്യേകിച്ച് ഫയർഫോഴ്സിനും പോലീസിനുമൊക്കെ ഈ സംഭവ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് ഒരു വലിയ ഘട്ടം അത്രയും നിർവഹിച്ചത് നാട്ടുകാർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാർ തന്നെ, അയൽവാസികളൊക്കെ ചേർന്ന് ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളിലെ ആളുകളെ പുറത്തെത്തിക്കുകയും തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. രാവിലെ ഏതാണ്ട് 8 മണി 9 മണിയോട് കൂടി തന്നെ മഴ പൂർണ്ണമായി നിലയ്ക്കുകയായിരുന്നു. പിന്നീട് വെള്ളം ഇറങ്ങാനുള്ള കാത്തിരിപ്പായിരുന്നു. ഒരു 10 മണി 11 മണിയോട് കൂടി തന്നെ വെള്ളം വീടുകളിൽ നിന്നെല്ലാം ഇറങ്ങി. കല്ലാർ പുഴയിലായിരുന്നു ഏറ്റവും അധികം ജലനിരപ്പ് ഉയർന്നത്. കല്ലാർ പുഴയിലെ ജലം വലിയ തോതിൽ തന്നെ ഇറങ്ങി ഒരു 10-12 മണിയോടെ ആയപ്പോഴേക്കും. അപ്പോൾ ആളുകൾ തിരിച്ച് വീട്ടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലും വന്ന് നോക്കുമ്പോഴേക്കും വലിയ നാശനഷ്ടം ഉണ്ടായി എന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്. വീട്ടു സാധനങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വാഹനങ്ങൾ അടക്കം ഒഴുകി പോകുന്ന സാഹചര്യം ഉണ്ടായി. വ്യാപാര സ്ഥാപനങ്ങളാണെങ്കിൽ ഏലക്ക അടക്കം വലിയ തോതിൽ ഏലക്കയൊക്കെ വെള്ളം കയറി നശിച്ചു പോയിട്ടുണ്ട്. വലിയ നാശനഷ്ടം ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. വലിയ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. കട്ടപ്പനയിലെ ഉരുൾപൊട്ടലാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. വലിയ തോതിൽ ഒരു പ്രദേശം അത്രയും ഒലിച്ചു പോകുന്ന സാഹചര്യം PT നഗറിലുണ്ടായി. ഏതായാലും ഈ സ്ഥലങ്ങളിലൊക്കെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മുല്ലപ്പെരിയാറിലും സന്ദർശനം മന്ത്രി നടത്തുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. ഏതായാലും ജാഗ്രതയിലാണ്. ഇന്ന് വൈകിട്ട് മഴ എങ്ങനെയാ ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ജില്ല ഉള്ളത്. തന്നെയാണ്. ശരി ആഷിഖ്.